Hello, this is Vaishak, the Wealth Creator. Hope this video finds you well. Welcome to my YouTube channel, FinChat with Vaishak. ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് പറയുമ്പോൾ തന്നെ എടുക്കേണ്ട ഒന്നാണോ? അല്ല. പക്ഷേ പെട്ടെന്ന് തന്നെ എടുക്കേണ്ട ഒന്നാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? അല്ലേ? പറഞ്ഞുതരാം. പെട്ടെന്ന് തന്നെ എടുക്കേണ്ട ഒന്നാണെന്ന് പറയാനുള്ള റീസൺ എന്താ? നിങ്ങൾ ആരോഗ്യമായി ഇരിക്കുമ്പോൾ മാത്രമേ ഒരു കമ്പനി നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് തരുള്ളൂ. നിങ്ങളെ ആരോഗ്യത്തിന് എന്തെങ്കിലും കാരണവശാൽ അതൊരു അസുഖം കാരണമോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കാരണമോ എന്തെങ്കിലും ഒന്ന് ബാധിച്ചു തുടങ്ങിയാൽ പിന്നീട് നിങ്ങൾക്കൊരു ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ അത്രയ്ക്കോടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് പോളിസി എടുത്തു വെക്കണം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആരെങ്കിലും വന്ന് പറഞ്ഞ ഉടനെ എടുക്കേണ്ടെന്ന് ഒന്നല്ല ആരോഗ്യ ഇൻഷുറൻസ് ഞാൻ പറയാനുള്ള കാരണം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരാൾ വന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു കമ്പനിനെ കുറിച്ചിട്ടേ അവിടെ പറയുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനിനെ കുറിച്ചിട്ടേ അവിടെ പറയുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അടങ്ങിയ ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആവണം എന്നിട്ടാണ്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, HDFC എർഗോ, ടാറ്റ AIG, നിവാബൂപ്പ, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഇത്തരം വ്യത്യസ്ത കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് സർവീസ് നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരം വ്യത്യസ്ത കമ്പനികൾക്ക് തന്നെ വ്യത്യസ്ത തരം പ്ലാൻസ് ഉണ്ട്. അതിന് വരുന്ന ഫീച്ചേഴ്സും പലതുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്ലാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയും. ചിലർ ആവശ്യപ്പെടുന്നതാ ഡെന്റൽ കവറേജ് വേണമെന്ന് പറയും, ചിലരോ OP കവറേജ് ഉണ്ടായിരിക്കണം എന്ന് പറയും, ചിലർ മെറ്റേണിറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസി ആണ് ചിലർ പ്രിഫർ ചെയ്യാറ്. ആ പ്രഗ്നൻസി തന്നെ പല ഇൻഷുറൻസ് കമ്പനീസിനും 2 year വെയിറ്റിംഗ് പീരീഡ് ഉള്ളതുണ്ട്, 3 years വെയിറ്റിംഗ് പീരീഡ് ഉള്ളതുണ്ട്, ഈവൻ വെറും 9 months വെയിറ്റിംഗ് പീരീഡ് ഉള്ളതും ഉണ്ട്. അപ്പൊ പല പല ഇൻഷുറൻസും പലതരം പ്ലാൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചിലർ പറയും പ്രീമിയം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഇപ്പൊ അടയ്ക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ നമ്മൾ പറയും പ്രീമിയം കുറഞ്ഞത് നിങ്ങൾ എടുത്തോളൂ. പക്ഷെ ഹോസ്പിറ്റലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന മുഴുവൻ ചെലവും ആ പോളിസിയിൽ അത് കവർ ചെയ്തോളണമെന്നില്ല. കാരണം പ്രീമിയം കുറവല്ലേ. പ്രീമിയം കുറവിന് ഒരു സാധനം കിട്ടുമ്പോൾ അതിൽ പല ലിമിറ്റേഷൻസ് ഉണ്ടാകാം. ചിലർ പറയും നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കവറേജ് വേണം, കൺസ്യൂമബിൾസും അങ്ങനെയുള്ള സകല ഐറ്റംസും അതിൽ കവർ ചെയ്ത് പോകണം, ഞങ്ങൾക്കൊന്നും ഹോസ്പിറ്റലിൽ അടക്കേണ്ട ഒരു സാഹചര്യം വരരുത്. അപ്പൊ നമ്മൾ പറയും ആയിക്കോട്ടെ, പ്രീമിയം കുറച്ച് കൂടുന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ പല പ്ലാൻസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അത്തരം പ്ലാൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ കഴിയും. അപ്പൊ മനസ്സിലാക്കുക, ഇത്തരം ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ.